അസാധാരണ വൈകല്യത്തോടെ കുട്ടി ജനിച്ച സംഭവത്തിൽ ആരോപണ വിധേയയായ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ രംഗത്ത് വരുന്നു. പ്രസവത്തിനിടെ ഞരമ്പ് പൊട്ടി കുട്ടിക്ക് പരിക്ക് സംഭവിച്ചതായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ്തി തുറന്നു സമ്മതിക്കുന്ന ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നു. പ്രസവത്തിൽ കുഞ്ഞിൻ്റെ കൈ തളർന്ന കേസിലും അസാധാരണ വൈകല്യത്തോടെ കുട്ടി ജനിച്ച കേസിലും ഡോക്ടർ പുഷ്പയ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാരണം അവളെ കയറ്റിയപ്പം 13.1 ഉണ്ടായിരുന്നു ഹീമോഗ്ലോബിൻ അളവ് ബ്ലഡ് കൗണ്ട്. ഓപ്പറേഷൻ പോലും അല്ല, ഇറക്കിയപ്പോൾ 10.1 ഉണ്ട്. 10.1 ഉള്ളൂ. അപ്പോൾ എന്തുമാത്രം ബ്ലഡ് ശരിക്കും പോയി കാണും. എന്നിട്ട് സ്റ്റിച്ച് ഇടാതെ പോയെന്ന്, പകുതി വരെ സ്റ്റിച്ച് ഇട്ട് പകുതി 2 വീട്ടിലോട്ട് എന്നിട്ട് പോയി. രണ്ടാമത് പിന്നെ ഇന്ദു വേറൊരു മാഡം എന്ന് പറഞ്ഞ് വേറെ മാഡമാണ് വിളിച്ച് വരുത്തിയിട്ടാണ് ബാക്കി സ്റ്റിച്ച് അവർ ഇട്ടത്. നമ്മളിതൊന്നും വെറുതെ കംപ്ലൈൻറ്റ് വെറുതെ നമ്മൾ അപ്പോൾ ഇതൊരു വലിയ മേജർ പരാതികളായതുകൊണ്ടാണ് ഞാൻ എല്ലാവരും ദിവസങ്ങളിൽ ഇവരത് പ്രൊസീഡ് ചെയ്യായിരുന്നു. ഞാൻ വന്ന് ഫയൽ ശേഷം പോകാൻ തീരുമാനിച്ചു. അതുകൊണ്ട് വന്നതാണ്. എനിക്ക് ഇതിന് മുമ്പും ആ വർഷം 3 പിള്ളേർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹത്തെ പരാതി അന്ന് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയില്ലേ. അതിനുശേഷം ആ 2 പേരെ ഞാൻ ഇവിടെ വരുത്തിയിട്ടുണ്ട്. അവർ 2 പേരും. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഡോക്ടർ പുഷ്പയുടെ പ്രതികരണം. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മൊഹിബാൽ ചേരുന്നു. മനീഷ്, ഈ ഡോക്ടർ പുഷ്പയെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഒന്നൊന്നായി ഉയർന്നു വരികയാണല്ലോ, വിവരങ്ങൾ എന്താണ്? ഗുഡ് മോർണിംഗ്. 25 വർഷത്തിന് മുകളിൽ സേവനമുള്ള ഒരു ഡോക്ടറാണ്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടറാണ്. ഒരു വർഷം ശരാശരി 1200ഓളം പ്രസവമാണ് ഈ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നടക്കുന്നത്. പക്ഷേ ഈ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കേസുകൾ പരിഗണിക്കുമ്പോൾ അതിൽ ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കാണാൻ സാധിക്കില്ല. കാരണം ഇത് സംബന്ധിച്ച് 1 വർഷം മുൻപ് തൻ്റെ കുഞ്ഞിന് കൈ തളർന്നുപോയ സംഭവവുമായി ബന്ധപ്പെട്ട് സൂപ്രണ്ടിനെ കഴിഞ്ഞ ദിവസം കാണാൻ ചെന്ന ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ വാർഡിലെ വിഷ്ണുവും കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർ സൂപ്രണ്ടായിട്ടുള്ള ദീപ്തിയുമായി സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ സംഭാഷണം നമ്മൾ കേട്ടു. അതിൽ ആദ്യം ഡോക്ടർ പറയുന്നത് ഇത് സംബന്ധിച്ച് ഡിസ്ചാർജ് സമ്മറി എഴുതിയിട്ടില്ലല്ലോ എന്ന് അച്ഛൻ പറയുമ്പോൾ അത് ഡോക്ടർ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഡിസ്ചാർജ് സമ്മറി എഴുതിയിട്ടില്ല എന്നത് ഗുരുതരമായ പിഴവാണ്. ഒരു കുഞ്ഞിൻ്റെ ജനിച്ചപ്പോൾ കുഞ്ഞിൻ്റെ കൈ തളർന്നു പോയ സംഭവത്തിൽ ഒരു ഡോക്ടർ ഡിസ്ചാർജ് സമ്മറി പോലും എഴുതാതെയാണ് ആ രക്ഷിതാക്കൾക്ക് കുഞ്ഞിനെ കൈമാറുന്നത്. മറ്റൊന്ന്, ഇത് സംബന്ധിച്ച് ആ കുഞ്ഞിന് മാത്രമല്ല വേറെയും 2 കുഞ്ഞുങ്ങൾക്ക് ഞരമ്പിനും തോളലിനും ഒക്കെ തന്നെ വിഷയം ഈ പ്രസവം എടുത്ത സമയത്ത് ഉണ്ടായി എന്ന് ഈ ഡോക്ടർ സമ്മതിക്കുകയാണ്. മറ്റൊന്ന്, ഇത് കോടതിയിലേക്ക് പോകേണ്ട, ഇത്തരം വിഷയങ്ങൾ സെറ്റിൽമെന്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്, മറ്റേത് വലിയ കാലതാമസമുണ്ടോ. അങ്ങനെ 3 പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ ദീപ്തി ഈ കുഞ്ഞിൻ്റെ അച്ഛനായിട്ടുള്ള വിഷ്ണുവിനോട് നടത്തുന്നത്. അങ്ങനെ ഇത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ, ഡോക്ടറെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പരാതി ഉണ്ടെങ്കിൽ അത് ആശുപത്രിയിൽ ഒരു രേഖ പോലും ആക്കാതെ മെഡിക്കൽ ബോർഡിനോ ആരോഗ്യ വിഭാഗത്തിനോ പോലും കൈമാറെ ഗുരുതരമായ അനാസ്ഥ കാണിക്കുന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ വിഷയം. മനീഷ് മൊഹിബാലാണ് വിവരങ്ങൾ നൽകിയത്.